ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് വന്നത്. പക്ഷേ നമുക്ക് അലോഡില്ല. ഞാൻ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എന്തൊരു ഭംഗിയാ നോക്ക്. അടിപൊളി സ്ഥലം, നല്ല പച്ചപ്പുള്ളൊരു മലയാട്ടോ ഇത്. വയനാട്ടിൽ ആകെ പച്ചപ്പുള്ളൊരു മല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പേര് ചെമ്പ്രാമലയാട്ടോ ഇത്. ചെമ്പ്രാമലയാണ്. നമ്മൾ മല കയറാനല്ല, മലയുടെ ഒരു ആ താഴ്വശത്ത് കൂടെ നമ്മൾ പോയി ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ നമുക്ക് ഇങ്ങോട്ടൊന്നും അലൗഡില്ല. ഇതൊരു പഴയൊരു ബ്രിട്ടീഷുകാരൊരു ബംഗ്ലാവാണ് കേട്ടോ. അത് അതിനകത്തുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റുമൊന്നുമില്ല. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന്. പക്ഷേ നമുക്ക് ഇന്നിങ്ങനെ ഒരു അനുഭവമാണ് പറ്റിയത്. എന്താ വെച്ചാൽ ഞാൻ കയറാൻ വേണ്ടി ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയതാട്ടോ. ഇവിടെയല്ല, ഇതിൻ്റെ കുറച്ച് അപ്പുറ സൈഡ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റിയും അവരൊക്കെ ഭയങ്കര പ്രശ്നം. ഒന്നാമത് ചെമ്പ്രാമല ആ ഒരു ഭാഗം ഇപ്പോൾ അവിടെ വേറെ എവിടെയോ ആനയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് നല്ല വഴി കൂടെ കയറാൻ പറ്റില്ല. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ന്യൂട്രലി തേയിലയുടെ സൈഡിൽ കൂടെ, ഈ സൈഡല്ല ഇതിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ കയറാൻ നോക്കിയതാണ്. അപ്പോൾ അവർ തടഞ്ഞു. അങ്ങനെ കയറാൻ പാടില്ല. അല്ല, അവർ വേറെ വഴക്കൊന്നും പറഞ്ഞില്ല. അതങ്ങനെ കയറാൻ പാടില്ല, ഇപ്പോൾ അലോഡ് ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങ് കയറിയില്ല. അപ്പോൾ നമ്മളിനി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. നമ്മൾ ഇങ്ങനെ റോഡ് കണ്ടോ, ഇങ്ങനെ വന്ന് അങ്ങനെ പോകണം. അതാ ഒരു ഓട്ടോ പോകുന്ന കാണുന്നുണ്ടോ? അങ്ങൊരു ഓട്ടോ പോകുന്നുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊന്ന് ടെൻറ്റ് ചെയ്യണം. പിന്നെ താഴ്ഭാഗത്തൊരു തോടുണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ഒരു പഴയ ഒരു ഓടിട്ട ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ, ആ സൈഡിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട്. അവിടെ നല്ല തണുപ്പും നല്ല വെള്ളമൊക്കെ ഉള്ള, നല്ല കുടിക്കുന്ന വെള്ളം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ തോട്ടിലെ വെള്ളമാണെങ്കിലും അത് ആ മേളിൽ നിന്ന് ആ മലയില്ലേ, ആ മലയിൽ നിന്ന് അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം കേട്ടോ. നല്ല കുടിക്കുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എന്തായാലും വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് വല്ല പ്രശ്നം ഉണ്ടാവുമോ നോക്കാം. എന്തായാലും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. എന്തായാലും നോക്കാം, താഴോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ആരും വന്ന് പ്രശ്നം എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് പോകേണ്ടി വരും. എന്തായാലും താഴോട്ട് പോട്ടെ കേട്ടോ. ഇതുണ്ടോ താഴോട്ടുള്ള വ്യൂ, അടിപൊളി സ്ഥലം കേട്ടോ. എന്തായാലും വയനാട്ടിൽ വരുമ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് വരണം കേട്ടോ. എന്താ വെച്ചാൽ വയനാട്ടിൽ ശരിക്കും പച്ചപ്പുള്ളൊരു കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മല മാത്രമേ ഉള്ളൂ. ഇവിടെ പച്ചപ്പ് ആവാൻ കാരണം എന്താ വെച്ചാൽ ഈ വേനൽക്കാലത്ത് ആയപ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ചെയ്തു. അങ്ങോട്ട് കയറാൻ പാടില്ലാതെ അവിടെ ക്ലോസ് ചെയ്തു. എന്താ വെച്ചാൽ അവിടെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയിട്ട് സിഗരറ്റ് വലിച്ചിടും. അപ്പോൾ അത് അങ്ങോട്ട് കത്തും. അങ്ങനെയാണ് എല്ലാ മലകളും കത്തിപ്പോയത്. എല്ലാ മലയുടെ മുകളിലും നമ്മളിപ്പോൾ ഈ വയനാട്ടിൽ ഒരുമാതിരിപ്പെട്ട മലയുടെ മുകളിലൊക്കെ കയറിയതാണ്. അപ്പോൾ എല്ലായിടത്തും തീ പിടിച്ചിട്ടുണ്ട്. പക്ഷെ തീ പിടിക്കാത്ത ഒരു പച്ചപ്പായിട്ട് കാണുന്ന മല ഈ ചെമ്പ്രാമല മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആളുകൾ അങ്ങോട്ട് കയറ്റി വിടാത്തതുകൊണ്ടാണ്. പിന്നെ അവർ നമ്മളോട് കയറണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കയറാൻ വേറെ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കയറിയിട്ട് അതൊരു ശരിയുള്ള ഏർപ്പാടല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ നമ്മൾ കയറാതെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി വേറെ എവിടെയെങ്കിലും പറ്റുമോ നോക്കാം, വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കാം. എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം കേട്ടോ. കുറച്ചുകൂടി താഴോട്ട് പോയാൽ നോക്കാം. എന്തായാലും അവിടെ എന്തെങ്കിലും പറ്റും. ആ തോടിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് വെള്ളം എടുക്കാം. നമുക്ക് അവിടെ നോക്കുകയും ചെയ്യാം, എന്താ സ്ഥിതി നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ താഴോട്ട് പോയിട്ട് കാണിക്കേ. ഹലോ, നമ്മൾ താഴോട്ട് ഇറങ്ങിട്ടോ. അടിപൊളി ഒരു സ്ഥലം കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണേ. ഇതെന്താ എന്തൊരു തെളിഞ്ഞ വെള്ളം നോക്ക്, എന്തൊരു ശുദ്ധമായ വെള്ളം നോക്ക്. ഉണ്ടോ, അടിപൊളി കണ്ണുനീര് പോലത്തെ വെള്ളം നോക്ക്. അതിൻ്റെ അടിയൊക്കെ ഫുള്ളായിട്ട് കാണാം. അത്രയും നല്ല വെള്ളം. എന്തായാലും താഴോട്ടൊന്ന് പോയോക്കെ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സെറ്റാക്കാനൊന്നുമില്ല, സുഖമായിട്ട് കിടക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇവിടെ ഇത് പണ്ടത്തെ പാലാട്ടോ. അതായത് അടിയിൽ ഇരുമ്പിൻ്റെ ബീം കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് വാർത്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് പഴക്കം ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ ബാഗൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട്
നമ്മളെന്തായാലും നമ്മുടെ ഗ്യാസ് ഈ പാറയിൽ വെച്ചിട്ട് നമുക്ക് ഈ പാറയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ലൊരു തണുപ്പും നല്ലൊരു വൈബും. പിന്നെ മേൽഭാഗം കണ്ട, മേളിൽ പാലാണ്, അതിൽ വണ്ടികളൊക്കെ പോകണ്ടേ നമുക്ക് കാണുകയും ചെയ്യാം. എന്താ നല്ല മരങ്ങൾ കണ്ട, മരങ്ങളും നല്ല തണുപ്പുമാണ്. നമുക്കെന്തായാലും ഈ പാറേൻ്റെ മേളിൽ വെച്ചിട്ട് ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുക്കാം, നല്ല വെള്ളം കേട്ടോ. ഇതുണ്ടോ, കുടിക്കാൻ വേണ്ടി വെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടിരിക്കുന്നതാണ്. താഴ്ഭാഗത്തുള്ള കുറേ ആളുകൾ ഈ വെള്ളമാണ് കുടിക്കുന്നത്. ഒരുപാട് പൈപ്പ് ഉണ്ട് കേട്ടോ, ആ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് ആ പൈപ്പ്. അങ്ങനെ ആ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല കുടിക്കുന്ന നല്ല ശുദ്ധമായ പ്രകൃതി തരുന്ന വെള്ളം. എന്താ അല്ലേ, മല അത്രയും ഹൈറ്റിലുള്ള മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. ഈ പൊരി വെയിലത്തും ഈ വെള്ളം വരുന്നുണ്ടല്ലോ. കുറേ പേര് കുടിക്കുന്ന വെള്ളമല്ലേ. അപ്പം നമ്മൾ കുടിക്കുക, നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യാനെടുക്കുക, നമ്മൾ കുടിക്കുക, കഴുകുക, അത്രയൊക്കെ ചെയ്യണുള്ളൂ കേട്ടോ. നല്ല വെള്ളമാണ്. ഈ വേനൽക്കാലത്തും ഇത്രയും വെള്ളം ഉണ്ടല്ലോ, അതന്നെ വലിയൊരു അത്ഭുതമല്ലേ. അതും ആ മേളിലെ മലയുടെ മേളിൽ നിന്നേ ഞാൻ കാണിച്ചില്ലേ, ആ പച്ചപ്പ് നിറഞ്ഞ ആ മലയുടെ മേളിൽ നിന്ന് വരുന്ന പ്രകൃതിയുടെ നല്ല ശുദ്ധമായ വെള്ളമാണിത്. എന്തായാലും നമുക്ക് പാചകം ചെയ്യാം കേട്ടോ. കുറച്ച് നൂഡിൽസ് ഉണ്ട്, അത് വെച്ച് കഴിക്കാം. എന്തായാലും വിശക്കണമുണ്ട്, സമയം 2:30 ആവുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പാറയുടെ മേളിൽ തന്നെ നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോവാണ്. അപ്പം എന്തായാലും ഞാൻ പാചകം ചെയ്യാനുള്ളതൊക്കെ എടുക്കട്ടെ കേട്ടോ. ആയി, നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ. നല്ല തെളിഞ്ഞ് നോക്ക്, എന്തൊരു തെളിച്ചാന്നറിയോ, നല്ല ക്ലിയർ വെള്ളം. സൂപ്പർ വെള്ളം. ഇത് ശരിക്കും പറഞ്ഞാലേ ഈ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ മാറും. എന്താ വെച്ചാൽ ഈ മലേന്റെ മേലും ഈ മണ്ണിലും ഇലകളിലും പാറകളിലും ഒക്കെ തട്ടി തട്ടി വരുന്ന വെള്ളമല്ല. അല്ല, ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞ കേട്ടോ. അല്ല, അത്രയും നല്ല വെള്ളം എന്ന് പറഞ്ഞു. നല്ല തണുപ്പ്. ശരിക്കും കുളിക്കാൻ തോന്നുന്നുണ്ട് ഈ വെള്ളം. നല്ല തണുത്ത വെള്ളം. എന്തായാലും നമുക്ക് നൂഡിൽസ് ഉണ്ട്, അത് കുക്ക് ചെയ്ത് കഴിച്ചാലോ. ഇവിടുന്ന് കഴിക്കുമ്പോൾ വേറൊരു വൈബായിരിക്കും, നല്ലൊരു അന്തരീക്ഷം. പിന്നെ വയനാട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിലേ ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്പ്രാമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അത് ഈ മേപ്പാടി ആ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ആ മലയിലോട്ട് ഒന്ന് പോകണം കേട്ടോ. ആ ഭാഗത്ത് ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആ മല കയറാൻ അവരിപ്പോൾ എൻട്രി അല്ല, ഇപ്പം അത് ഓപ്പൺ അല്ല, ഇനിയിപ്പോൾ അടുത്ത മാസം കണ്ട് ഓപ്പൺ ആണെന്ന് അങ്ങനെ കണ്ടാ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ വയനാട്ടിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും പച്ചപ്പുള്ളൊരു മല അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ വയനാട്ടിലെ എല്ലാ മലകളിലും ഒരുമാതിരിപ്പെട്ട മലകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇതേപോലെ കത്തിക്കരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ആരെങ്കിലും തീയിട്ടിട്ടോ സിഗരറ്റ് വലിച്ചിട്ടിട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഒരു പ്രശ്നമില്ല. പക്ക ആവാൻ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് അത് അടച്ചിട്ടുകൊണ്ട് ആരും അങ്ങോട്ട് കയറാത്തോണ്ടാട്ടോ. അത് ആരെങ്കിലും അങ്ങോട്ട് കയറിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കത്തിപ്പോയാൽ എന്താ വെച്ചാൽ ആരെങ്കിലും ഒന്ന് സിഗരറ്റ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് കത്തിപ്പോവും. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ അത് അടച്ചിട്ടത് കൊണ്ടാണ് കേട്ടോ അത് അത്രയും പച്ചപ്പായിട്ട് ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യമായി ഈ സമയത്ത് അടച്ചിട്ടത്. അപ്പോൾ എന്തായാലും അടുത്ത മാസം കണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, അടുത്ത മാസം അങ്ങാണ്ടാ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചെമ്പ്രാമല എന്തായാലും വന്ന് വയനാട്ടിൽ എല്ലാവരും ഒന്ന് കാണണം. അത് കാണാൻ പറ്റിയൊരു മലയാണ്. എന്താ വെച്ചാൽ അത്രയും പച്ചപ്പ്, നല്ല ഭംഗിയാണ്. ദൂരന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ എന്തൊരു ഭംഗിയാണെന്നറിയാം. നല്ല പച്ചപ്പ്, നല്ല കുന്ന്, നല്ലൊരു, അത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഞാനതൊന്നൊരു കാണിക്കാം കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അത് ഞാനൊന്നൊരു കാണിക്കാം. പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തുനിന്ന് ഇങ്ങനെ മേളിലോട്ട് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ആ മല നല്ലൊരു മലയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ മാഗി കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ. കഴിച്ചിട്ട് സുഖമായിട്ട് ഈ പാറപ്പുറത്തൊരു ഉറക്കം. ടെന്റിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. നല്ല തണലും നല്ല തണുപ്പുമാണ്. എന്തായാലും അത് സെറ്റാക്കട്ടെ കേട്ടോ. നമ്മൾ ഗ്യാസ് ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ ആകുമ്പോൾ നല്ലൊരു സുഖമുണ്ട്, ഒരു തണുപ്പും അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. നല്ലൊരു തണുപ്പും ഉണ്ട്. ഏതായാലും ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി വെള്ളവും. എന്തായാലും ഞാൻ സെറ്റാക്കട്ടെ കേട്ടോ.
നമ്മുടെ മാഗിയാണ് ഇന്ന് കഴിക്കാനുള്ളത്. ചെറിയൊരു പാക്കറ്റാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് മതി. എന്തായാലും അത് വെച്ച് കഴിക്കട്ടെ കേട്ടോ. എന്തായാലും നല്ല വിശക്കണമുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യണത്. നമ്മൾ വേറെ വെള്ളം ഉണ്ട്, വണ്ടിയിലുണ്ട്, നമ്മൾ എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. ഇത്രയും നല്ല വെള്ളം ഉണ്ടാവുമ്പോൾ എന്തായാലും ഇത് കത്തിക്കട്ടെ കേട്ടോ. എന്തായാലും നമ്മുടെ ബാങ്കിലുള്ള വെള്ളം വെച്ചു, തിളച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്പൂൺ കേട്ടോ. ഇതാണ് നമ്മുടെ സ്പൂണ്. ഈ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ. നമ്മുടെ വെള്ളം തിളച്ചു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് പൊട്ടിക്കേ. പൊട്ടിച്ച് ആദ്യം നമ്മുടെ ഈ മസാല എങ്ങനെ കേട്ടോ. എന്നിട്ട് ഇതങ്ങിടാം, പൊട്ടിച്ചിടാം അല്ലേ. നമ്മൾ ഈ കവർ ഇവിടെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഈ കവറൊക്കെ നമ്മൾ ഇങ്ങനെ മടക്കി നമ്മുടെ പോക്കറ്റിൽ തന്നെ വെക്കാം. വെള്ളം കുറച്ച് കൂടിയോന്നൊരു സംശയം. വെള്ളം ശകലം കൂടിയതുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ നൂഡിൽസ് ആദ്യമായിട്ട് ഉണ്ടാക്കുക. എനിക്കിങ്ങനെ ഈ നൂഡിൽസ് ഉണ്ടാക്കി വലിയ വശമൊന്നുമില്ല. വീട്ടിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തിന്നുന്നല്ലാണ്ട് ഞാനിത് സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ കഴിച്ചിട്ടില്ല. അത് ശരിക്കും നൂഡിൽസ് കറി ആയിപ്പോ. ഇത്ര വെള്ളം വേണ്ടായിരുന്നു അല്ലേ? സാറില്ല, വറ്റട്ടെ. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഏകദേശം ഓക്കെ ആയി കേട്ടോ. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഓക്കെ ആയി. ഇനി നമുക്ക് കട്ടൻ കാപ്പി വെക്കണം. ഇതിപ്പോ ഇറക്കി വെക്കാന് 1-2 ഇല എടുത്താൽ മതിയല്ലോ അല്ലേ. ഗ്യാസൊക്കെ എടുക്കാം. അടിപൊളി നൂഡിൽസ് സെറ്റായി. ഇനി കാപ്പിക്ക് വെള്ളം വെക്കട്ടെ കേട്ടോ. സംഭവം സീനാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുരങ്ങന്മാര് നമ്മളെ നല്ലോണം വാച്ച് ചെയ്യുന്നുണ്ട്. നൂഡിൽസിമൊക്കെ നോട്ടം. എന്തായാലും ചായ തിളച്ചാല് ഒന്ന് നല്ല സ്ഥലത്തേക്ക് മാറിയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും. കാപ്പി തിളയ്ക്കാനുള്ള ടൈം കുരങ്ങന്മാര് തരില്ല എന്നാ തോന്നുന്നു കേട്ടോ. ഇതിന്റെ മേളിൽ ഒരു 5-6 കുരങ്ങന്മാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ന്യൂട്രൽ ഇവിടെ വരെ വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് കയറി. ഈ മരത്തിന്റെ മേളിൽ തന്നെ ഒരു 5-6 പേര് ഇരിപ്പുണ്ട്. ചായ തിളച്ചു കേട്ടോ. നമ്മുടെ കാപ്പി തിളച്ചു. ഓഫാക്കാം. എന്താന്ന് വെച്ചാല് ഇവരൊക്കെ കൂടെ തട്ടിപ്പറിച്ചോണ്ട് പോകുമെന്നാ. നമ്മുടെ നൂഡിൽസ് തട്ടിപ്പറിച്ച കുഴപ്പമില്ല, ചിലപ്പോ ക്യാമറയൊക്കെ തൂക്കിയെടുത്തോണ്ട് പോയി. താഴെയൊക്കെ വന്നു കുരങ്ങന്മാരിട്ടാ. ഞാനെന്തായാലും സംഭവം സീനാണ്. വണ്ടിയിൽ പഴയ ഇരിപ്പുണ്ട്, അത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിപ്പോ ഒന്നിനും സമ്മതിക്കാത്ത ലക്ഷണമാണെന്ന് തോന്നുന്നു. എന്തായാലും കാപ്പി എടുക്കട്ടെ, ഇത് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് നല്ല സ്ഥലത്തോട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ വന്ന് മാന്തിയാലോ. നമ്മളെ പാലത്തിന്റെ അടിയിലോട്ടൊന്നും ഇരിക്കേ. എന്തായാലും ഞാൻ അങ്ങോട്ട് ഇരിക്കാം. എന്റെ പൊന്നു, എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും.
എനിക്ക് തോന്നുന്നില്ല അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന. ഇതാ എല്ലാ സൈഡിൽ കൂടി കുരങ്ങന്മാർ കണ്ടോ, ഒരാളിരിക്കുന്നുണ്ടോ? അതുപോലെ ഒരുപാട് പേര് പാലത്തിന്റെ മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഈ ഗ്യാസും പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറയുടെ ബാഗൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്റെ ക്യാമറ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ കേൾക്കൂലല്ലോ. എനിക്ക് തോന്നണില്ല കേട്ടോ കഴിക്കാൻ പറ്റുന്ന. ഇവര് ചിലപ്പോ ഒരുമിച്ച് വന്ന് അറ്റാക്ക് ചെയ്തോളി. ആ പഴം എടുത്തിട്ട് വന്നാൽ മതിയിരുന്നു അല്ലേ. ഒരാൾ മാത്രം നല്ലോണം നമ്മളെ നോക്കി നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആളെ കാണിച്ചു തരേ. ഇതുണ്ടോ, ഒരാൾ മാത്രം, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ്. പുള്ളിയാണെന്ന് തോന്നുന്നുണ്ട് ക്യാപ്റ്റൻ. ഇതാണ് ക്യാപ്റ്റൻ. ഞാൻ കഴിക്കാൻ വേണ്ടി പാത്രം എടുക്കുമ്പോൾ അത് ഇങ്ങനെ അതിന്റെ പല്ലോടെ കിറുകിറുകിറുന്ന് കാണിക്കുക. അത് കാണിക്കുമ്പോൾ നമുക്ക് പേടിയാവും. അതൊരു പ്രശ്നം. താഴ്ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, കുറെ പേരുണ്ടേ. ഉണ്ടോ, എല്ലാരെയും നിരീക്ഷിക്കുകയാണ് ആളെ. ഞാൻ ഇപ്പൊ കഴിക്കാൻ വേണ്ടി പാത്രം എടുക്കാം കേട്ടോ, നോക്കിക്കോ. അപ്പൊ അത് അതാ ഉണ്ടാ, അതാ അതാ ഉണ്ടോ. അയ്യോ, ഞാൻ എന്തായാലും കുറച്ച് കൊടുക്കാൻ പോകട്ടോ, അല്ലെങ്കിൽ ഡേഞ്ചറാ. എല്ലാം വരുമോ? കുറച്ച് കഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലേ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ കേട്ടോ. എല്ലാരും കൂടി വരും. സത്യം പറഞ്ഞ കയ്യും കാലും വർക്കില്ല. ഇവര് ചിലപ്പോഴേ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോ നമ്മളെ ആക്രമിച്ചാലോ. നേരത്തെ ഒന്ന് വന്നേ, എന്റെ കയ്യും കാലും വർക്കിയ ശരിക്കും. ഇപ്പൊ നീ മതി. മതി, നൂഡിൽസിന്റെ പരിപാടി നിർത്തി. എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കലും തിന്നലും ഒക്കെ നിർത്തി. ഒരു സമാധാനം തന്നില്ലേ കുറെ. ഇത് മാത്രല്ല, നമ്മുടെ ചുറ്റിനും ഉണ്ട് കേട്ടോ. ഞാനത് മേളിൽ കയറിയിട്ട് കാണിക്കേ. ഇവിടെ സേഫ് അല്ല, പോവാ. നേരത്തെ ഞാൻ കൊടുക്കാതിരുന്നപ്പോഴേ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാ എല്ലാം കൂടെ വരുന്നുണ്ട് പൊന്നെ. ഞാൻ കാപ്പിയൊക്കെ കളഞ്ഞു കേട്ടോ. കാപ്പിയൊക്കെ കളഞ്ഞ് ബാഗിൽ വെക്കണേ. എനിക്ക് പേടിയാ. ഇവൻ മാത്രം എല്ലാത്തിനെയും ഓടിക്കുക കേട്ടോ. ഞാനെന്തായാലും നമ്മുടെ പരിപാടി നിർത്തിയിട്ടോ. എന്താ വെച്ചാല് ഒരു പേടിയില്ലാത്ത സാധനം ഇത്. ഈ ഒറ്റൊരെണ്ണം ഇവിടെ വരുന്നോക്ക്. ബാക്കിയുള്ളതിനൊക്കെ ഓടിക്കുക. ഞാൻ എന്തായാലും ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് എല്ലാം പാക്ക് ചെയ്തു. എന്തായാലും ഞാൻ മേളിലോട്ട് കയറട്ടെ കേട്ടോ, മേൽഭാഗത്തോട്ട് കയറട്ടെ, അല്ലെങ്കിൽ ഡേഞ്ചറാ. എല്ലാത്തിനെയും ഓടിക്കുക കേട്ടോ. നമ്മളെന്തായാലും എൻ്റെ പൊന്നു മേളിലോട്ട് കയറിട്ടോ. ഒരുത്തൻ കുറച്ച് ഡേഞ്ചറാട്ടോ. എന്താ ഇവൻ ഈ ഇരിക്കുന്നവൻ, അവനെ കാണുന്നുണ്ടോ? അവനെ കാണുന്നില്ല, ശരിക്കും കാണുന്നില്ല കേട്ടോ. അവനെല്ലാവരും ഓടിക്കുക കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പഴം ഉണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്താലോ. ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ച് താഴോട്ട്. എന്താവെന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും കൂടി വരുമോ? ഇതാ ഇതാ ആ കണ്ടോ, അവൻ മാത്രം വന്നു കേട്ടോ. അതെ എൻ്റെ പൊന്നെ. എന്തായാലും ഞാനിവിടുന്ന് വിടാൻ പോകട്ടോ. താഴെയുള്ള മൂടൊക്കെ അങ്ങ് പോയി, പേടിച്ചു പോയി. അപ്പം എന്തായാലും ഞാനൊന്ന് കയറട്ടെ. എല്ലാ സാധനങ്ങളും സെറ്റാണ്. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം കഴിഞ്ഞു കേട്ടോ. എല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, അതേണ്ട ഇപ്പോൾ റോഡിൽ വന്ന്
അത് വല്ലാത്തൊരു അനുഭവമായി പോയിട്ടോ. കുരങ്ങനാണ് പേടിക്കണ്ട, പക്ഷേ ഒറ്റക്കുരങ്ങനെ നേരത്തെ ഉള്ളത് ഒറ്റക്കുരങ്ങനായിരുന്നു. അത് ഒരെണ്ണം മാത്രമായിട്ട് ഡേഞ്ചറാണ്. അപ്പം എന്തായാലും ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ, ഒന്നുകൂടെ നോക്കട്ടെ. ഇല്ല കുഴപ്പമില്ല, മതി. ഓക്കെ, കുരങ്ങന്മാരെല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. സത്യം പറഞ്ഞാലേ ഞാൻ കഴിക്കാൻ വേണ്ടി ആ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഈ കുരങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ചീറുക, മറ്റേ കീരിയൊക്കെ ചീറണ മരിക്ഷേന്ന് പൂച്ചയൊക്കെ ചീറൂലേ, പൂച്ചയും കടി കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമായിട്ട് ഇങ്ങനെ എടുത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കേരള കയറിയിരിക്കണം. എനിക്ക് ഒരു തരിപ്പ് പേടിച്ചിട്ടാട്ടാ, ധൈര്യം കൊണ്ടല്ല. പിന്നെ അത് അങ്ങനെ ചീറി വന്നപ്പോഴേ ഞാൻ എങ്ങാനും കടിച്ചാലും, ചില കുരങ്ങന്മാരെ പണ്ട് വയനാട് ചുരത്തിലുണ്ടായിരുന്ന ഒരു കുരങ്ങൻ, അത് ആര് ബസ്സിലിരുന്നാലും ബസ്സിന്റെ സൈഡിലിരിക്കുന്നവരൊക്കെ ചെവി കടിച്ചോണ്ട് അങ്ങ് പോകും. അങ്ങനത്തെ ഒരു കുരങ്ങനെ, അത് ഒറ്റ കുരങ്ങനായിരുന്നു, ആരും കൂട്ടത്തേക്ക് കൂട്ടൂല. അതുപോലത്തെ ഒരു കുരങ്ങനാന്ന് തോന്നുന്നു ഇതെല്ലാരും മരട്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അവിടുത്തെ റൗഡി ആയിരിക്കും. അപ്പൊ റൗഡി എടുത്ത് അധികം കളിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോ എന്താ അറിയോ, നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബാഗൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും ഈ കുരങ്ങന്മാര്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാഗ് അവിടെ നിന്ന് എസ്കേപ്പ് ആയത് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും നമ്മളിങ്ങനെ പോവാ. ഇതാണ് നമ്മുടെ മല. ആയിവാ, മല നോക്ക്, എന്തൊരു ഭംഗിയാ നോക്ക് മല. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഈ മല കയറാൻ എന്തായാലും വരണം കേട്ടോ. എന്തായാലും നമ്മൾ അതിന് മേളിൽ ഒരു ദിവസം ടെന്റ് അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡേ എങ്കിലും സ്റ്റേ ചെയ്യുന്ന പോലെ നമുക്ക് എന്തായാലും അവിടുന്ന് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാനിന്ന് ഇനി വിടട്ടെ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് നോക്കാമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച, ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, എങ്കിലും കുഴപ്പമില്ല, നിരാശയൊന്നുമില്ല. പിന്നെ ഇതിനേക്കാളും നന്നായിട്ട് വേറൊരു വീഡിയോ, വേറൊരു മല കയറാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇന്നത്തത് ഇവിടുന്ന് നല്ലൊരു വ്യൂ, ദേ മല അടിപൊളി. നമ്മളെ ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ കാണൂലേ, അതുപോലൊരു പച്ചപ്പട്ടം, ഭയങ്കര ഒരു ഫുള്ള് ഗ്രാസാണ്, പുല്ല്. എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് മുകളിലോട്ട് കയറ്റി വിടാത്തത്. കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒക്കെ സിഗരറ്റ് വലിച്ചെല്ലാം കത്തിച്ച് വലിയ കാട് തീയായിട്ട് പോകും. അതുകൊണ്ട് ഇപ്പം ഇതിങ്ങനെ നിലനിൽക്കുന്നത് കാണാനും എല്ലാവർക്കും പിന്നീടായാലും വന്ന് കാണാമല്ലോ. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം. എന്തായാലും നമുക്കത് കയറാൻ പറ്റിയില്ല, അതിനെ കൊണ്ട് നിരാശയൊന്നുമില്ല. ഇനിയിപ്പോൾ അത് അവർ തുറക്കും, ഏതൊരു മാസം പറഞ്ഞു, ആ മാസത്തിൽ തുറക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് കാണാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. ഇതാ ആ മല കുറച്ചുകൂടി നന്നായിട്ട് ഇവിടുന്ന് കൂടി കാണാം. അതെ കേട്ടോ, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് ക്യാമറയിൽ കറക്റ്റ് ആവണ്ടോന്നറിയില്ല, നല്ല പച്ചപ്പാട്ടോ, നല്ല പച്ചപ്പുള്ള മലയാണ്. ഈ മലയാണ് കയറാൻ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് അലോഡ് ഇല്ലാതെ കയറാം, പക്ഷെ നമ്മൾ അങ്ങനെ കയറുന്നത് ശരിയല്ലല്ലോ. ഈ സൈഡിൽ കൂടെ ഒക്കെ കയറാൻ പറ്റും, പക്ഷെ അങ്ങനെ അവർ പറഞ്ഞിട്ട് അങ്ങനെ ആരും കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. കേട്ടോ എന്തൊരു ഭംഗിയാ നോക്കാം. അപ്പുറ സൈഡിലൊരു മലയുണ്ട് കേട്ടോ. എന്തായാലും വയനാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെ കേട്ടോ. എന്തായാലും എല്ലാവരും വയനാട്ടിൽ വരുമ്പോൾ ഇവിടെ എന്തായാലും വരണേ. ചെമ്പ്രാമല എന്ന് അതിന്റെ പേര് കേട്ടോ. ചെമ്പ്രാമലയാണോ, ചെമ്പ്രാമല എന്ന് തോന്നുന്നുണ്ട്, അതിന് ഞാൻ തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് നോക്കട്ടെ കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് ഫോറസ്റ്റ് ആണ്, കുറച്ച് കാടാണ്. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ. പിന്നെ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.